അമേരിക്കയിൽ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് നടത്തിയ അത്താഴ വിരുന്നിൽ മുൻപ് ജോർജ് സോറസിനെ ക്ഷണിക്കണമെന്ന് ശശി തരൂർ നിർദ്ദേശം നൽകി എന്ന വിവാദം കത്തുകയാണ്. ജോർജ് സോറസ് ഇന്ത്യയിൽ വെറും ഒരു BJP സർക്കാരിനെ അട്ടിമറിക്കാനായിരുന്നില്ല ചുക്കാൻ പിടിച്ചത്. ബംഗ്ലാദേശ്, സിറിയ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ മോഡലിൽ ജനാധിപത്യം അട്ടിമറിച്ച് വിമത ഭരണത്തിനു വേണ്ടി ചുക്കാൻ പിടിക്കുകയായിരുന്നു. അതിനാൽ തന്നെ ജോർജ് സോറസ് നടത്തിയ നീക്കം ഓരോ ഇന്ത്യക്കാരും കൂടുതൽ അറിയേണ്ടതും ആവശ്യമാണ്. 2009 ന്യൂയോർക്കിൽ നടന്ന അത്താഴ വിരുന്നിലാണ് ഇന്ത്യയിൽ അട്ടിമറി നടത്താൻ ലക്ഷ്യമിട്ട് ജോർജ് സോറസിനെ ക്ഷണിക്കാൻ ശശി തരൂർ നീക്കം നടത്തിയത്. ശശി തരൂർ ഇത് അന്നത്തെ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡറോട് പറഞ്ഞിരുന്നു എന്ന് സൂചിപ്പിച്ച് മുൻ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് ആണ് വെളിപ്പെടുത്തൽ നടത്തിയത്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ അഭ്യുദയകാംക്ഷികളിൽ ഒരാളായതിനാൽ ജോർജ് സോറസ് ക്ഷണിതാവായിരുന്നു എന്ന് മുൻ കാലഘട്ടത്തിൽ വ്യക്തമായതായി ഹർദീപ് പുരി പറഞ്ഞു. എന്നാൽ ആരോപണത്തെ തള്ളി ശശി തരൂർ രംഗത്ത് വന്നിട്ടുണ്ട്. 2009 US നടന്ന അത്താഴ വിരുന്നിനുള്ള ക്ഷണം പട്ടികയിൽ ശതകോടീശ്വരനായ ജോർജ് സോറസിനെ ഉൾപ്പെടുത്തണം എന്ന മുൻ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ അവകാശവാദങ്ങളെ തള്ളിക്കളയുന്നു എന്നാണ് തരൂർ എക്സിൽ കുറിച്ചത്. എന്തായാലും ജോർജ് സോറസിന് രാജീവ് ഗാന്ധി ഫൗണ്ടേഷനുമായുള്ള ബന്ധവും ഇതോടെ പുറത്തു വരികയാണ്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ നേതൃത്വം സോണിയാഗാന്ധിക്കും നെഹ്റു കുടുംബത്തിനും മാത്രമാണ്. അനേകായിരം കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ വിദേശത്തും രാജ്യത്തും നടത്തിയ പ്രസ്ഥാനം കൂടിയാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ. മാത്രമല്ല, ഇതോടെ ഇന്ത്യയുടെ ഐക്യത്തിന് നേരെ ജോർജ് സോറസും കോൺഗ്രസും ഒത്തുചേർന്ന് പ്രവർത്തിച്ചു എന്നത് കൂടുതൽ ആരോപണ വിധേയമാകുന്നു. അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറസ് ഇന്ത്യയിൽ അട്ടിമറി നടത്താൻ തീരുമാനിച്ചത് വെറും ഒരു BJP സർക്കാരിനെ അട്ടിമറിക്കാൻ മാത്രമല്ല, ഇന്ത്യയിലെ ജനാധിപത്യം അട്ടിമറിച്ച് കലാപകാരികളെ ഭരണത്തിൽ എത്തിക്കുക, സൈനിക ഭരണത്തിൽ ഇന്ത്യയെ എത്തിക്കുക, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് 2047 വിഭാവനം ചെയ്ത ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, ഇത്തരം ആശയങ്ങളിലൂടെ ഇന്ത്യൻ ജനാധിപത്യം തകർക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. ഇതിനായി ജോർജ് സോറസ് ഇന്ത്യയിലെ അർബൻ നക്സലുകൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഫണ്ടുകൾ നൽകി. നിലവിലുള്ള ഇന്ത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ കേരളത്തിൽ അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും ജോർജ് സോറസിൽ നിന്നും പണം സ്വീകരിച്ചു. ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്കായുള്ള പണം എത്തിച്ചത് കട്ടിംഗ് സൗത്ത് പോലുള്ള പരിപാടികളിൽ ആളുകളെ ഉപയോഗിച്ചായിരുന്നു. കട്ടിംഗ് സൗത്ത് പരിപാടി കേരളത്തിൽ മുൻപ് നടന്നതാണ്. അന്ന് ഈ പരിപാടിക്ക് 24 ന്യൂസ്, മീഡിയ 1, റിപ്പോർട്ടർ TV തുടങ്ങിയ ചാനലുകളിലെ തലപ്പത്തുള്ളവർ ഞാനും ഉണ്ടാവും എന്ന പ്രചാരണം നടത്തി അനുകൂലിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ജോർജ് സോറസിന്റെ ഫണ്ട് കൈപ്പറ്റിയവരും ആതിഥ്യം സ്വീകരിച്ചവരും കൂടുതൽ പ്രതിക്കൂട്ടിലാവുകയാണ്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ അഭ്യുദയകാംക്ഷികളിൽ ഒരാളായിരുന്നു ജോർജ് സോറസ്. 2009 ന്യൂയോർക്കിൽ നടന്ന അത്താഴ വിരുന്നിൽ സോറസിനെ പങ്കെടുപ്പിക്കാൻ ശശി തരൂർ നടത്തിയ നീക്കം ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ആഗോള പൗരൻ എന്ന് വിളിക്കുന്ന തരൂറിന് ജോർജ് സോറസുമായി ബന്ധമുള്ള പഴയ ട്വിറ്റർ സ്ക്രീൻഷോട്ടുകളും മുമ്പ് പുറത്തു വന്നിരുന്നു. കോൺഗ്രസും സോറസും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് തരൂർ സോറസുമായുള്ള മുൻകാല ഇടപെടലുകൾ BJP നേതാക്കൾ ഉദ്ധരിച്ചതിനു ശേഷമാണ് തർക്കം ആരംഭിച്ചത്. ഡിസംബർ 15 കർണാടകയിൽ നിന്നുള്ള BJP പ്രവർത്തകനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു എക്സ് ഉപയോക്താവ് തരൂരിന് 2009 ഒരു പഴയ പോസ്റ്റ് കാണിച്ചു കൊടുത്തതോടെയാണ് സംഗതി ആരംഭിച്ചത്. ഈ പോസ്റ്റിൽ ജോർജ് സോറസിനെ അനുമോദിച്ച് അന്ന് തരൂർ എഴുതിയത് ഇങ്ങനെ: പഴയ സുഹൃത്ത് ജോർജ് സോറസിനെ കണ്ടുമുട്ടി. ഇന്ത്യയെക്കുറിച്ച് ആവേശഭരിതനും നമ്മുടെ അയൽപ്പക്കത്തെക്കുറിച്ച് ജിജ്ഞാസ ഉള്ളവനുമാണ്. അവനൊരു നിക്ഷേപകനേക്കാൾ വളരെ കൂടുതലാണ്. ഉത്കണ്ഠയുള്ള ഒരു ലോക പൗരൻ. ഇതോടെ ശശി തരൂരിനെ ജോർജ് സോറസ് എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്നതിനും തെളിവാണ്. തിരുവനന്തപുരം MP കൂടിയായതിനാൽ ആ പഴുത് ഉപയോഗപ്പെടുത്താൻ ജോർജ് സോറസും ശ്രമിച്ചു. ഇത്തരത്തിൽ കട്ടിംഗ് സൗത്തിൽ മാത്രമല്ല, മറ്റു ഭരണതല രീതിയിൽ കൂടിയും കേരളത്തിലും സോറസിന്റെ അദൃശ്യകരങ്ങൾ എത്തിയോ എന്നും സംശയമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.